അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ള ചോദിക്കുകയാണ്, ഓ അബൂബക്കറേ, അവിടുന്ന് ഏറ്റവും ഇഷ്ടം വെക്കുന്നത് ആരെയാ? അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു എന്താ? അള്ളാഹാൻ്റെ ഹബീബിനോട് അബൂബക്കർ തങ്ങൾ പറയുകയാ, എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്തെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്തിനു പറയും? അബൂബക്കർ അല്ലാഹു പറയുകയാ, എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്തെന്നറിയോ? ബംഗ്ലാവുകളല്ല നബിയേ, ആ കാണുന്ന കൊട്ടാരമല്ല നബിയേ, എൻ്റെ ഭാര്യയല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ ഒന്നുമല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്തിലേക്ക് ഇങ്ങ് നോക്കിക്കൊണ്ടിരിക്കലാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ എന്തുകൊണ്ടും സ്നേഹിച്ചൊരു നേതാവ്, ഒരു തോഴൻ, ഒരു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരേ ഒറ്റ ളമീർ ഇന്നാനഹു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് അബൂബക്കറെ എന്ന് പറഞ്ഞ ആ മാന ഒരൊറ്റ ളമീറിൽ ഒരു ചരിത്രം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ അബൂബക്കർ തങ്ങളുമായി ബന്ധപ്പെട്ടതാ. എനിക്ക് ശേഷം ഇത്രയും ക്ഷമയുള്ള നേതാവ്, ഒന്നാമത്തെ ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ. വിനയവും ക്ഷമയും ഏറ്റവും കൂടുതൽ വല്ലാതെ ആകർഷിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയാ. ദീനിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചവരാ. മാത്രമല്ല ഏറ്റവും അള്ളാഹുവിൻ്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട ഭാര്യ അബൂബക്കർ നിങ്ങളുടെ മകളാ. വല്ലാത്ത രോദനമുള്ള, വല്ലാത്ത ഇഷ്ടപ്പെട്ട, വല്ലാതെ മഹബത്ത് വെച്ച ഒരേ ഒരു നേതാവ് അബൂബക്കർ തങ്ങളാ. എനിക്കൊരു നിഴലുണ്ടെങ്കിൽ റസൂലുള്ള പറയുകയാ, എനിക്കൊരു നിഴലുണ്ടെങ്കിൽ അതെൻ്റെ അബൂബക്കറിൻ്റെ നിഴലാ. അത്രത്തോളം ഖുലഫാഉർ റാഷിദീൻ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ള പറഞ്ഞതാ, ഈ ലോകത്തുള്ള മുഴുവൻ തൗബയും എൻ്റെ അബൂബക്കറിൻ്റെ തൗബയും ഒരു തുലാസിൽ വെച്ചാൽ, ഈമാനും ഒരു തുലാസിൽ വെച്ചാൽ എൻ്റെ അബൂബക്കറിൻ്റെ ഈമാനോട് കിടപിടിക്കാൻ ഈ ലോകത്തുള്ളൊരു മാനവനും സാധ്യമല്ല, ഒരു മാനവനും ഇഖ്തിമാലല്ല. അങ്ങനെയുള്ള മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. സ്വർഗത്തിലാദ്യം സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതും അബൂബക്കറാ. അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടപ്പെട്ടതും അബൂബക്കറാ. അള്ളാഹുവിൻ്റെ ഹബീബിനെ എന്തുകൊണ്ടും വിശ്വസിച്ചതും അബൂബക്കറാ. ഉത്തുബത്തും ഷൈബത്തുമൊക്കെ പറയുന്നുണ്ട്, നിൻ്റെ നബി ഒരൊറ്റ രാത്രി കൊണ്ട് റജബിൻ്റെ നിരരാത്രത്തിൽ മെഹ്റാജിൻ്റെ രാവിലെ അർശും കുർശും ലൗഹും കലങ്ങി നിൻ്റെ അള്ളാഹിനെ കണ്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂല് വന്നെന്ന് പറയുന്നു. അബൂബക്കറേ, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോഴും പ്രഖ്യാപിച്ചു, എൻ്റെ ഹബീബ പറഞ്ഞതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ടാണ് സിദ്ദീഖ് എന്ന സ്ഥാനപ്പോര് പോലും ലഭിച്ചുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും എഴുതിയാലും തീരുന്നൊരു മഹബത്തല്ല. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളിൽ നിന്ന്, നമ്മുടെ വിഷമങ്ങളിൽ നിന്ന്, നമ്മുടെ സാങ്കേതിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ അനുഗ്രഹം നൽകട്ടെ.